ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു പിക്ചർ കാണാം അല്ലേ. ഒരു ടീച്ചറും കുറച്ച് സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കാണാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ഒരു ആൺകുട്ടി പറയുന്നുണ്ട്, ടീച്ചർ ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 സ്വിങ്സ്. അവൾ 10 പ്രാവശ്യം ഊഞ്ഞാലാടി അല്ലേ. പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദ സ്വിങ്. അവളെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പറയും. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി ഞാൻ ആടട്ടെ, എൻ്റെ ടേൺ ആണെന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറയുന്നത്, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 സ്വിങ്സ് ടീച്ചർ. ഞാൻ ആകെ 5 പൂർത്തിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, യെസ് ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 സ്വിങ്സ്. ആ ശരിയാണ്, 5 പ്രാവശ്യം ആടിയിട്ടുള്ളൂ. വൈ ഡിഡ് ദ ടീച്ചർ എഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിങ്. എങ്ങനെയായിരിക്കും ടീച്ചർ, എന്തുകൊണ്ടായിരിക്കും ടീച്ചർ ആ ഊഞ്ഞാലിലിരിക്കുന്ന കുട്ടി പറയുന്നത് അംഗീകരിച്ചിട്ടുണ്ടാവുക. ഹൗ ഷുഡ് ദ സ്വിങ്സ് ബി കൗണ്ടഡ്. എങ്ങനെയായിരിക്കും സ്വിങ്സ് കൗണ്ട് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് ഒരു സ്വിങ്ങിന് ഉണ്ടായിരിക്കുക. സർക്കുലർ ആണോ ഓസിലേറ്ററി മോഷനാണോ. അപ്പോൾ സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സണ്ണിൻ്റെ ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങണം അല്ലേ. പിന്നെ യന്ത്രൂഞ്ഞാലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുക അല്ലേ. അതുപോലെ തന്നെ ഒരു നൂലുമ്മ നിങ്ങൾ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കില്ലേ, അതൊക്കെ സർക്കുലർ മോഷനിൽ വിടും. പക്ഷേ ഊഞ്ഞാലാട്ടം അങ്ങനെയാണോ, അല്ല അല്ലേ, ബാക്കിക്കും ഫ്രണ്ടിക്കും ആയിട്ടുള്ള ആട്ടാണ് അതിന്. അപ്പോൾ നമുക്ക് സർക്കുലർ മോഷനാണോ ഓസിലേറ്ററി മോഷനാണോ, ഓസിലേറ്ററി മോഷനാണ് കേട്ടോ സ്വിങ്ങിന് ഉണ്ടാവുന്നത്. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഫിഗറിൽ സ്വിങ്ങിൻ്റെ മോഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ആ ഒരു സ്വിങ്ങിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് ഈക്വലിബ്രിയം പൊസിഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫിഗർ നോക്കാം കേട്ടോ. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഒരു ഊഞ്ഞാല് അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിലിരിക്കുകയാണ്. അതായത് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഓയിലാണോ ബിയിലാണോ എയിലാണോ, ഓയിലായിരിക്കും അല്ലേ. ഈ ഒരു പൊസിഷനിലാണ് അത് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അത് ആടുന്നൊന്നുമില്ല വെച്ചെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവില്ലേ. അതിന് തന്നെയാണ് നമ്മൾ ഈക്വലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം O ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, O ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഓസിലേഷൻ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് an object move to and fro at a regular interval of time about its equilibrium position. അപ്പോൾ എന്താ പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ് ഇൻ വിച്ച് ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ എന്ന് വെച്ചാൽ എന്താ, ബാക്കിക്കും ഫ്രണ്ടിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഒരു പീരിയോഡിക് മോഷനാണ്. ബാക്കിക്കും ഫ്രണ്ടിക്കും അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ബാക്കിക്കും ഫ്രണ്ടിക്കും ടു ആൻഡ് ഫ്രോ മോഷനായിട്ട് മൂവ് ചെയ്യണം. ഒരു പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഊഞ്ഞാലാടുന്ന പോലെ തന്നെ, ഊഞ്ഞാലാടുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ, ബാക്കിക്കും ഫ്രണ്ടിക്കും റെഗുലർ ഇൻ്റർവെൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പീരിയോഡിക് മോഷനായിട്ട് അത് ആടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവരിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഫിഗറിൽ ഏതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാവുന്ന മാക്സിമം, ഒരു സൈഡിലേക്ക് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, 2A, A/2A. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയണം എന്താണ് ഫിഗറിൽ കാണാനുള്ളത്. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ O ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, അതിനെയാണ് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ O to B അല്ലെങ്കിൽ O to A. അപ്പോൾ ഇതിൽ ഏതാണ് ഡിസ്റ്റൻസ് വരെ, A ആണല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്, രണ്ടിടത്തും A. അപ്പോൾ A ആണ് കേട്ടോ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് A എന്ന് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സൈഡ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് കേട്ടോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമുക്ക് എന്ത് പറയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റും. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ നോക്കിയേ, സ്മോൾ ലെറ്റർ A വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് നോക്ക്, മീറ്റർ കേട്ടോ. സാധാരണ നമ്മൾ മീറ്ററിലാണ് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റും.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? എപ്പോഴാണ് സ്വിങ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്? അവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O ആൻഡ് റീച്ചസ് A ആൻഡ് റിട്ടേൺസ് ടു O. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പെൻഡുലം ആദ്യം Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് എത്തിയിട്ട് വീണ്ടും എയിലേക്ക് എത്തുന്നു, അതാണോ? അതോ വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O റീച്ചസ് A ദെൻ ടു B ആൻഡ് ബാക്ക് ടു O. അതായത് എന്താ പറയണത്? ആദ്യം പെൻഡുലം Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എയിലേക്ക് എത്തിയിട്ട് പിന്നെ ബിയിലേക്ക് എത്തിയിട്ട് പിന്നെ വീണ്ടും ഒയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ. എന്താണ്? വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് എത്തിയിട്ട് തിരിച്ച് ബിയിലേക്ക് എത്തിയിട്ട് വീണ്ടും ഒയിലേക്ക് കേട്ടോ. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിലേക്ക് തന്നെ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. A swing complete one oscillation when the pendulum starts from O and goes to both side and then returns to O ട്ടാ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓസിലേഷൻ എപ്പോഴാണ് ഒരു പെൻഡുലം കംപ്ലീറ്റ് ചെയ്യുന്നത്? പെൻഡുലം ഇവിടുന്ന് Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കും, ഇവിടെ 2 സൈഡ് എന്ന് പറയുന്നത് എയും ബിയും 2 സൈഡിലേക്കും പോയിട്ട് വീണ്ടും ഒയിലേക്ക് തന്നെ തിരിച്ചു വന്നാലാണ് അതിന് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. An oscillation is completed when the body returns to its initial position in the same direction from where it is started. അപ്പോൾ എന്താ പറയുന്നത്? ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക when a body returns to its initial position in the same direction from where it started. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ വീണ്ടും റിട്ടേൺ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഫിഗർ 1.1c നോക്കുക കേട്ടോ. വാട്ട് ഇഫ് കൗണ്ടിങ് സ്റ്റാർട്ട് ഫ്രം എയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം A ആൻഡ് റീച്ചസ് B ദെൻ റിട്ടേൺസ് ടു A. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓസിലേഷൻ? എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ Oയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ നമ്മൾ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുക? ഒരു സ്വിങ് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം ബിയിലേക്ക് എത്തിയിട്ട് തിരിച്ച് വീണ്ടും എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയണത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കുഡ് ബി ദ റീസൺ ദാറ്റ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ടഡ് ബൈ ദ ചൈൽഡ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടേൺ ടു സ്വിങ് ആൻഡ് ദ ചൈൽഡ് ഓൺ ദ സ്വിങ് വേർ ഡിഫറെൻറ്റ്? അപ്പോൾ ആദ്യം നമ്മൾക്ക് കണ്ട ഫിഗർ ഇല്ലേ, ആ ഫിഗറിൽ ആ ആൺകുട്ടി പറഞ്ഞതും പെൺകുട്ടി പറഞ്ഞതും തെറ്റായത്, ആൺകുട്ടി പറഞ്ഞത് തെറ്റായത് എന്തുകൊണ്ടാണ്? ആൺകുട്ടി 10 എണ്ണമാണ് 4 പറഞ്ഞത്, പക്ഷെ പെൺകുട്ടി പറഞ്ഞു 5 എണ്ണം. അപ്പോൾ 5 ആയിരുന്നു കറക്റ്റ് അല്ലേ? അതെന്തുകൊണ്ടായിരുന്നു? അപ്പോൾ പെൺകുട്ടിയാണ് കറക്റ്റായിട്ട് ഇനീഷ്യൽ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്തി കറക്റ്റ് ബോത്ത് സൈഡിലേക്കും പോയിട്ട് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോഴാണ് 5 എണ്ണം എന്ന് കൗണ്ട് ചെയ്തത് കേട്ടോ. പക്ഷെ ആൺകുട്ടി അത് തെറ്റായിട്ടാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആൺകുട്ടി പറഞ്ഞത് തെറ്റാണെന്നും പെൺകുട്ടി പറഞ്ഞത് ശരിയാണെന്നും ടീച്ചർ പറഞ്ഞത് കേട്ടോ. പെൺകുട്ടി കറക്റ്റായിട്ട് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തു കേട്ടോ. എങ്ങനെ കൗണ്ട് ചെയ്തു? എങ്ങനെയാണ് കൗണ്ട് ചെയ്തത്? A swing complete one oscillation when the pendulum start from O and goes to both side and then returns to O. ഈ ഒരു രീതിയിലാണ് പെൺകുട്ടി കൗണ്ട് ചെയ്തത് കേട്ടോ. ആൺകുട്ടി കൗണ്ട് ചെയ്ത രീതിയിൽ തെറ്റുണ്ടായിരുന്നു. ഇനി now you have understood how to count oscillation accurately. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഓസിലേഷൻസ് കൗണ്ട് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഗീവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ നോക്കിയ മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലേ ക്ലോക്കിലെ പെൻഡുലം ടു ആൻഡ് ഫ്രോ മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ മോഷൻ ഓഫ് ദ പെൻഡുലം നമുക്ക് ഒരു ഓസിലേറ്ററി മോഷനാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരെണ്ണം പറയാൻ പറ്റുമോ? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, അതൊരു ഓസിലേറ്ററി മോഷനാണ് കേട്ടോ. പിന്നെ എന്താ ട്യൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ. ട്യൂണിങ് ഫോർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫിഗറൊക്കെ. അപ്പോൾ അതും നമുക്കൊരു ഓസിലേറ്ററി മോഷൻ എക്സാമ്പിളാണെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഹാർട്ട് ബീറ്റ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് ഓസിലേറ്ററി മോഷനാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഹാവ് യു എവർ നോട്ടീസ്ഡ് ഹൗ മെനി ഓസിലേഷൻ ദ പെൻഡുലം ഇൻ എ ക്ലോക്ക് കംപ്ലീറ്റ്സ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 minute? അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് ഒരു പെൻഡുലം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഒരു പെൻഡുലം 1 മിനിറ്റാണ് 30 ഓസിലേഷൻ എടുക്കുന്നതെങ്കിൽ
എത്ര ടൈം കൊണ്ടാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്ക്, ടൈം ഫോർ 30 ഓസിലേഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഒരു ഓസിലേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 30 ഓസിലേഷന് 60 സെക്കൻഡ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 60/30 ചെയ്താൽ മതി കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 60 സെക്കൻഡ് ഡിവൈഡ് ബൈ 30 കേട്ടോ. 30 ഓസിലേഷൻ 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 30നെ 60ൻ്റെ അടിയിലേക്ക് കൊടുത്താൽ മതി. അതായത് 60 ഡിവൈഡ് ബൈ 30 കേട്ടോ. 60 ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 സെക്കൻഡ്. 2 സെക്കൻഡാണ് അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഓസിലേഷൻ എടുക്കണ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് സിമ്പിൾ ഈസ് ടി. അപ്പോൾ ടി വെച്ചിട്ടാണ് നമ്മൾ ടൈം പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ. SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ് കേട്ടോ. അപ്പോൾ SI യൂണിറ്റ് ഓഫ് പീരീഡ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് വെച്ചിട്ട്. കാരണം ടൈമിലാണല്ലോ. അപ്പോൾ എന്തായാലും യൂണിറ്റ് വരിക സെക്കൻഡിൽ തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് 1 സെക്കൻഡ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻ, സെയിം പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഓസിലേഷൻ 1 മിനിറ്റ് നമുക്കും അറിയാം 30 ഓസിലേഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 30/60 കേട്ടോ. 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓസിലേഷനാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ അല്ലേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിനുള്ളിലാണ് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ വെച്ചാൽ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കാൻ അങ്ങനെ എന്ത് ചെയ്താൽ മതി? 60നെ ഈ 30ൻ്റെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ വരിക? 30/60 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് അല്ലേ. അതായത് 0.5 ഓസിലേഷൻസ് ആണ് കേട്ടോ 1 സെക്കൻഡ് കൊണ്ട് ആ ഒരു പെൻഡുലം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ഓസിലേഷൻ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് അത് കംപ്ലീറ്റ് ചെയ്തു അതിനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുക കേട്ടോ. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ഹെഡ്സ് കേട്ടോ. HZ എന്നാണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഫ്രീക്വൻസീസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ F കൊണ്ടാണ് കേട്ടോ ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യാം. ഇനി നോക്കാം. Let's find the period and frequency of the pendulum by swinging at low amplitude. Tie a bob to a string and hang it on a stand. This system is called simple pendulum. അപ്പോൾ നമുക്ക് ഇവ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിഗർ 1.3ൽ നമുക്ക് കാണാം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാണാനില്ലേ? അപ്പോൾ എന്താണ്? ഒരു ബോബ് അല്ലേ. ടൈ എ ബോബ് ടു എ സ്ട്രിങ്. ഒരു സ്ട്രിങ് കണ്ടില്ലേ ഇവിടെ ഒരു ബോബ്, ഈ വട്ടത്തിലുള്ള ബോൾ പോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ബോബ് എന്ന് പറയാം കേട്ടോ. ഈ ബോബ് നമ്മളൊരു സ്ട്രിങ് അല്ലേ, സ്ട്രിങ്ങിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡിൽ അത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. ഇനി ഇവർ പറയുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ 1.1 ബൈ ഡൂയിങ് ആൻഡ് എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ സിമ്പിൾ പെൻഡുലം മീറ്റർ സ്കെയിൽ ആൻഡ് സ്റ്റോപ്പ് വാച്ച് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്കൂളിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ സിമ്പിൾ പെൻഡുലം മീറ്റർ സ്കെയിലും സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട് നമ്മളിതിൽ ഓസിലേഷൻ ടൈം ഫോർ 10 ഓസിലേഷൻ നമ്മളിതിൽ എഴുതണം. ഈ ഒരു ടേബിളിൽ ടൈം ഫോർ 10 ഓസിലേഷനുള്ളിടത്ത് നമ്മളിത് മാർക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം 25 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ കേട്ടോ. അപ്പോൾ 10 ഓസിലേഷൻ എടുത്ത ടൈം നിങ്ങളിത് കൗണ്ട് ചെയ്യണം. ശരിക്കും എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് തന്നെ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 സെക്കൻഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡ്. അപ്പോൾ 10 സെക്കൻഡാണ് എനിക്ക് 10 ഓസിലേഷന് 25 സെൻറ്റിമീറ്ററിൽ അല്ലേ, ഈ നൂലിൻ്റെ ലെങ്ത്ത് 25 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പീരീഡ് എങ്ങനെയാവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 10 സെക്കൻഡ് ആകുമ്പോൾ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം ഇവിടെ എത്രയാണ്? ടോട്ടൽ ടൈം തന്നത് 10 അല്ലേ. 10 സെക്കൻഡ് അല്ലേ ടോട്ടൽ ടൈം. നമ്പർ ഓഫ് ഓസിലേഷനും 10 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 10/10 കേട്ടോ. 10/10. 10/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 സെക്കൻഡ് അല്ലേ. അപ്പോൾ 1 സെക്കൻഡ് കേട്ടോ. 1 സെക്കൻഡാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നോക്കി ഫ്രീക്വൻസി എങ്ങനെയാണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം അല്ലേ. അപ്പോൾ അതും തന്നെയാണ് 10/10 അല്ലേ. 10/10. അപ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും? 1 ഹെഡ്സ് അല്ലേ. 1 ഹെഡ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ 60 ലെങ്ത് ആകുമ്പോഴും 100 ലെങ്ത് ആകുമ്പോഴും ഒക്കെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ.
വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, ഒരു ഏകദേശ എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. അതായത് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് അല്ലേ, പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ, 25, 60, 100 ആയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫ്രീക്വൻസി എന്താണ്, കൂടുകയാണോ കുറയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 25-ൽ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 1 അല്ലേ, ഒരു ഹെഡ്സാണ്. 60 ലെങ്ത് ആയപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 0.64 ആണ്. പിന്നെ 100 ആയപ്പോൾ എന്തായി, അത് 0.5 ആയിട്ട് കുറയാണല്ലേ. അപ്പോൾ അതെന്താ വരുന്നത്, കുറഞ്ഞ് വരികയാണ് അല്ലേ, ഡിക്രീസ് ചെയ്ത് വരികയാണ്. സോ നമുക്കിവിടെ ഡിക്രീസ് ടിക്ക് ചെയ്യാം കേട്ടോ. വെൻ ദ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതിൽ നിന്ന്, ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്താ സംഭവിക്കുന്നത്, കുറഞ്ഞു വരുന്നു കേട്ടോ. ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ പീരീഡും ഫ്രീക്വൻസി തമ്മിൽ എന്താണ് ബന്ധം, എന്ത് റിലേഷനാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ ക്യാപിറ്റൽ ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് അതിന് സ്മോൾ ലെറ്റർ എഫ് ആയിട്ട് ഫ്രീക്വൻസി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഫ്രീക്വൻസി ഈക്വൽ ടു 1 പീരീഡ്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പീരീഡിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അതായത് പീരീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യണമെന്ന് നമുക്ക് പറയാം. 1 കൂടുമ്പോൾ 1 കുറയണു എന്ന് പറയാനായിട്ട് പറ്റും കേട്ടോ. അവിടെ പീരീഡ് കൂടുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കുറയുന്നതായിട്ടും പീരീഡ് കുറയണതായിട്ട് പറയാം കേട്ടോ. അതായത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് കേട്ടോ. ഫ്രീക്വൻസി ഇസ് ഇക്വൽ ടു 1 പീരീഡ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ടേബിളിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ് അല്ലേ, ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇവിടെ നോക്കുക, പീരീഡിൻ്റെ അവിടെയോ പീരീഡ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. 1.562. ഫ്രീക്വൻസിയുടെ അവിടെ നോക്ക് 1 0.64 0.5 അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പീരീഡ് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് പറയണത്, ഫ്രീക്വൻസി ഇസ് ഇക്വൽ ടു 1 പീരീഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ബാക്കിയുള്ള ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.